കാസർഗോഡ് LDF സ്ഥാനാർത്ഥിക്കെതിരായ വനിതാ ലീഗ് നേതാവിന്റെ മുനാഫിക് പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് LDF പരാതി. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാനയുടെ പ്രസംഗം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതെന്നതാണെന്നും പരാതിയിൽ പറയുന്നു. UDF തനിക്കെതിരെ നിരന്തരമായി വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്നും ഷാനവാസ് പാദൂർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലപാടില്ലാത്തവർ എന്ന രീതിയിലാണ് പദപ്രയോഗമെന്ന് ആയിഷത്ത് ഫർസാന പറഞ്ഞു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പാർട്ടി മാറുന്ന നിലപാടില്ലായ്മയാണ് സൂചിപ്പിച്ചത് എന്നും ഫർസാന മീഡിയ വണ്ണിനോട് പറഞ്ഞു. മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ടേക്ക് ഇത്തരം ഒരുപാട് കമന്റ്സ് വന്നു. BJP-യുമായി ഡീൽ, BJP ഏജന്റ്, ഇന്നലെ ഇപ്പോൾ ഇതാ മുനാഫിക്, ഇനി 3 ദിവസമുണ്ട്. അപ്പോൾ ഡിക്ഷണറി തപ്പുന്നുണ്ടാവും ഇതിനേക്കാളും കടുത്ത ആരോപണങ്ങളുമായി വേറെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന രീതിയിൽ. എല്ലാ തവണയും 2 ദിവസം മുമ്പാണ് ഇത്തരം കാർഡ് ഇടാറുള്ളത്. ഇത്തവണ എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇങ്ങനെ ഈ ഒരു കാർഡുമായി വന്നതുകൊണ്ട് അതിന് വേണ്ടത്ര എഫക്റ്റ് ഇന്നില്ല. അപ്പോൾ അതിനൊന്നും കൂടി സ്ട്രോങ് ആക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുനാഫിക് എന്നുള്ള വാക്ക് മാത്രം ആണ് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുനാഫിക്കിൻ്റെ പണിയെടുക്കുന്നവരും മുനാഫിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. വിശ്വാസവഞ്ചന കാണിക്കുക, കാപട്യമുള്ളവർ, കപടതയുള്ളവർ, അങ്ങനെയാണ് ആ പദം പ്രയോഗിച്ചത്. ഷഫീഖ് നസ്രുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഷഫീഖ്, എന്തായാലും ഇത് CPM വലിയൊരു ആയുധമാക്കുകയാണോ? ഇപ്പോൾ പരാതി ഉൾപ്പെടെ നൽകാനാണ് LDF-ന്റെ തീരുമാനം. UDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുള്ളേരിയയിൽ നടത്തിയ കുടുംബ സംഗമത്തിലാണ് മുസ്ലിം വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന ഇത്തരത്തിൽ ഒരു പരാമർശമുള്ള പ്രസംഗം നടത്തിയത്. മുനാഫിക്കിന്റെ പണിയാണ് LDF സ്ഥാനാർത്ഥി നടത്തുന്നത്. രാവിലെ ഒരു കൊടിയും ഉച്ചക്ക് മറ്റൊരു കൊടിയും വൈകുന്നേരം വേറൊരു കൊടിയും പിടിക്കുന്ന മുനാഫിക്കിന്റെ പണിയെടുക്കുന്ന ആൾ എന്ന പദപ്രയോഗമാണ് നടത്തിയത്. മുനാഫിക് എന്നത് തന്നെ അവഹേളിക്കാൻ, മതപരമായി അവഹേളിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്നതാണ് സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പറയുന്നത്. LDF പരാതി നൽകിയിട്ടുണ്ട്. മതപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് LDF പ്രധാനമായും ഇതിൽ ആരോപിക്കുന്നത്. എന്നാൽ മതപരമായ കാര്യങ്ങളല്ല, അറബി ഭാഷയിലുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ധാരാളമായ പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. മുനാഫിക്കിന്റെ പണി എന്നതുകൊണ്ട് കാപട്യമാണ് കാണിച്ചത്, രാഷ്ട്രീയ കാപട്യം കാണിക്കുന്നു എന്നതാണ് താൻ ഈ പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നതാണ് ആയിഷത്ത് ഫർസാന വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ കാപട്യം ഉള്ള ആളാണ് എന്നത് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തുന്ന സാധാരണയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയോഗം നടത്തുന്നതിൽ പ്രശ്നമില്ല എന്നത് തന്നെ താൻ ഈ പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി ആയിഷത്ത് ഫർസാന പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അവരുടെ സംസാര ശൈലിയിൽ എല്ലാ ഭാഷയിലുള്ള പ്രയോഗങ്ങളും സാധാരണ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അറബി പദങ്ങളും ഉറുദു പദങ്ങളും കൊങ്ങിണിയും മറാഠിയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നതാണ് ആയിഷത്ത് ഫർസാനയുടെ വാദം. എന്നാൽ ഇത് തന്നെ ബോധപൂർവം മതപരമായി അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് ആയിഷത്ത് ഫർസാനയെ ടൂളായി ഉപയോഗിക്കുകയായിരുന്നു ഈ മുസ്ലിം ലീഗ് ചെയ്തത് എന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പ്രസംഗത്തിന് വേണ്ടി എഴുതി കൊടുക്കുന്ന കീ നോട്ടിൽ ഈ പദപ്രയോഗം ഉൾപ്പെടുത്തി നൽകിയതാണ്. അങ്ങനെ ബോധപൂർവം ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് ഷാനവാസ് പാദൂർ നമ്മളോട് പറയുന്നത്. ആ രൂപത്തിൽ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണം എന്ന് LDF-ഉം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വലിയ രൂപത്തിൽ ഒരു ആയുധമാക്കാനും ഇനി വരാനിരിക്കുന്ന 2 ദിവസം ഈ വിഷയത്തിൽ പ്രചാരണം ശക്തിപ്പെടുത്താനും ആ രൂപത്തിൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന് LDF നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെ ഇങ്ങനെ അത് ഭാഷാപരമായ ഒരു പ്രയോഗമാണ് എന്നും കാസർഗോഡ് വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ ശൈലികൾ ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്തരത്തിൽ വിവിധ ഭാഷകളുള്ള ഒരു നാട്ടിൽ അറബി, ഉറുദു പദങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നത് സ്വാഭാവികമായി അവരുടെ സംസാര ഭാഷയിൽ കടന്നു വരുന്നതാണ് എന്നതാണ് ഇതിനെ മുസ്ലിം ലീഗ് കാണുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിനാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കുടുംബയോഗത്തിൽ കേസെടുക്കണമെന്നാണ് അതിന് പരാതിയും LDF നൽകിയിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.